ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഗോതമ്പ് കൊണ്ടുള്ളൊരു ഹൽവയാണ്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഈ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ളൊരു ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളൊരു 1/2 കിലോ ഗോതമ്പാണ് എടുത്തേക്കുന്നത്. നമുക്കൊരു 3-4 പ്രാവശ്യം കഴുകി വേണം അത് വെള്ളത്തിലിടാൻ. ഇതുപോലെ ഒന്ന് കുതിർക്കാനായിട്ട് നല്ലോണം പാറ്റി അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുന്നതാണ്. തലേദിവസം രാത്രി വെച്ച് പിറ്റേ ദിവസമാണ് ഇതെടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനാണ്. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്ക്. ഇതൊന്ന് ഇതുപോലെ അരിച്ചെടുക്കണം. നല്ല കട്ടിയായിട്ട് കുറുകിയിരിക്കുകയാണ് അവസാനം വരുന്നതൊക്കെ. വേണം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ലൂസാക്കിയാലും കുഴപ്പമില്ല. മാക്സിമം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് ശരിക്കും നല്ലതുപോലെ കൊത്തു വരും ഇതിന്. നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഗോതമ്പ് ഇത് അരച്ചതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത്, അപ്പോൾ നമ്മൾ അതിൻ്റെ അരച്ചതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ എടുത്തതാണ്. ഇത്രയും കൊത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ഇനിയും വേസ്റ്റായിട്ടേ പോകത്തുള്ളൂ. നമുക്കിനി ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അത് അരിച്ചെടുത്തപ്പോൾ കിട്ടിയ വേസ്റ്റാണ്. നമുക്കിനി ഈ പാല് നമുക്ക് പാത്രത്തിൽ വെച്ച് അടുപ്പി വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അരിപ്പ വെച്ച് അരിച്ച് വേണം ഒഴിക്കാൻ ഒരു പാത്രത്തിലോട്ട്. ഇത് വെച്ചിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഒരല്പം ശർക്കര ആവശ്യമുണ്ട്. ഏകദേശം ഒരു 3/4 കിലോ എടുത്തിട്ടുള്ളൂ. 1/2 കിലോ ഗോതമ്പിന് ഒരു 3/4 കിലോ ശർക്കര മതിയാവും. പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് 1 കിലോ എടുത്താലും കുഴപ്പമില്ല. ഇതൊന്ന് ഉരുക്കി അതിനകത്തുനിന്ന് ഒഴിക്കാനാണ്. നമ്മൾ ഈ സ്പൂണിനകത്തൊരു 5 ഏലക്ക പൊടിച്ചതാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിനകത്തൊന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കണം. അതിൻ്റെ മണം നല്ലവണ്ണം ഇതിനകത്തൊന്ന് പിടിക്കും.
നമുക്ക് ഈ ശർക്കരപ്പാനി ഇതൊന്ന് അരിച്ചതിനകത്തോട്ടൊന്ന് ഒഴിക്കാമേ. ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മളിത് പാനി കാച്ചിയിട്ട് ഇങ്ങനെ അരിച്ചു കൊടുക്കുന്നതാണ്. നമ്മളൊരു ശകലം കശുവണ്ടിയും ബദാമും എടുത്തിട്ടുണ്ട്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഉണ്ടെങ്കിൽ ഇടുന്നത് നന്നായിരിക്കും. ഇത് വറുത്തിട്ടും ഇടാം, വറുക്കാതെ ഇട്ടാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇത് വറുക്കാതെ ഇട്ടേക്കുന്നത്. നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഈ അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്, ശർക്കരയ്ക്ക് നല്ല കളറുമുള്ള ശർക്കരയാണ്. മാക്സിമം അലുവയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ബ്ലാക്ക് കളർ ശർക്കര വേണം വാങ്ങിച്ച് ഇതിന് ചേർക്കാൻ. അപ്പോൾ നല്ല കളറായിരിക്കും. നല്ലോണം ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമുള്ള നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് കുറുകിയിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കുറുകിയിട്ട് നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കണേ. നല്ലോണം ഒന്ന് കുറുകി വരുന്നുണ്ടേ. നമ്മൾ വീണ്ടും ഇത് ഇളക്കി കൊടുക്കുകയാണ് ഇതുപോലെ. കണ്ടോ, അതിൻ്റെ കട്ടി ഒത്തിരി ആയി വരികയാണ്. ആ വെള്ളം എന്നുള്ളത് മാറി നല്ലവണ്ണം ഒന്ന് കട്ടിയായി വരുന്നു. നമ്മൾ അല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിന് വേണം നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇളക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നത് പോലെ വരണം. ഇത് ഏകദേശം നമ്മൾ ഇത് ഇളക്കി 1.5 മണിക്കൂറോളം ഇതെടുത്തു. കാരണം ഇങ്ങനെ ഒരു കട്ടിക്കെടുക്കാനായിട്ട് ഒരു 1.5 മണിക്കൂർ എടുത്തു. ഇനി ഇതൊരു ട്രെയിനകത്തോട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. കണ്ടോ, നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കട്ടി കണ്ടോ, ഈ ഒരു കട്ടിയൊക്കെയാണ്. നല്ല കട്ടിയുള്ള പാത്രത്തിൽ അലുവ ഉണ്ടാക്കാവൂ. ഈ അടിവശം കട്ടിയുള്ള പാത്രം, അല്ലെങ്കിൽ അത് ഇപ്പോൾ അലുമിനിയത്തിലോ ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നെയ്യ് അവസാനം ചേർത്തത് ഒരു 3 ടേബിൾ സ്പൂണാണ്. ഇനി ഇത് ട്രെയിലോട്ടൊന്ന് നമ്മൾ മാറ്റുവാണ്. നമ്മൾ ഇതിപ്പം കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ്. നമ്മളിത് ഈ ട്രേക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ആ ട്രേയിൽ മൊത്തം ബട്ടർ കൊണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണയോ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ആണിത് അവസാനം ഇത് ഇളക്കി എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഒരു ട്രേ നമ്മളിപ്പം നിറച്ചു. മറ്റേ ട്രേയിലോട്ടും ഇതുപോലെ മാറ്റുകയാണ്.
നല്ലോണം തണുക്കുമ്പോഴേ നല്ലോണം സെറ്റായി വരത്തുള്ളൂ. നമ്മളിപ്പോൾ 2 പാത്രത്തിലോട്ടാണ് അലുവ മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഇതുപോലെ നിരത്തി കൊടുക്കണം. ഒരു ലെവലാക്കി വിടണം മേൽവശം. അപ്പോൾ നമുക്കിത് സെറ്റായി വരുമ്പം നല്ല ഒരു രീതിയിലത് കിട്ടും. നല്ല ഭംഗിയായിട്ട് നമുക്കത് ഒത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതാ കണ്ടോ, ഗോതമ്പ് ഹൽവ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയത്തില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഇത്. നിങ്ങൾക്ക് ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണ്. സാധാരണ നമ്മൾ കട്ട് ചെയ്ത് പീസായിട്ട് കഴിക്കുന്ന ഹൽവയുടെ ഒരു മോഡലല്ല ഇത്. സ്പൂണ് കൊണ്ട് കഴിക്കേണ്ട ഒരു ഹൽവയാണിത്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത ഹൽവയാണ്. പുറത്തുനിന്ന് വാങ്ങിച്ച് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ വേറെ ആർക്കെങ്കിലും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കാതെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.